നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ തന്നെ മെറ്റീരിയലാണ് റണ്ണിങ് മെറ്റീരിയൽസ്. ഇതിങ്ങനെ സിനൻ മെറ്റീരിയൽ, അതിലോട്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ടോപ്പും ബോട്ടവും കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഒരു എലൈൻ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഫ്രീ ഫിറ്റായിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല കംഫർട്ടാണ്. കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത് തന്നെ നമുക്ക് ഈ റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് ഇതാണ്. പെർ മീറ്റർ 360 വരുന്നു. 44 ഇഞ്ച് വീതിയാണ്. നമുക്കിതിങ്ങനെ സാരി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കണ്ടോ, നല്ല ഫ്ലോയി ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ്. ഇത് ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടിലും ഒക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിട്ടും. നല്ല ഒഴുകി ഇങ്ങനെ കിടന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. നല്ല കംഫർട്ടായിരുന്നു. ഇതിൻ്റെ തന്നെ വേറൊരു ടോപ്പും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടും നല്ല ഭംഗിയാണ്. ഇനി സാരി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലയർ ആയിട്ട് നമുക്കൊരു ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഈ ഒരു മെറ്റീരിയലും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല ഡിജിറ്റൽ പ്രിൻ്റ് വന്നതുകൊണ്ട് തന്നെ നല്ല ഡാർക്കാണ്. ഇതിൻ്റെ കുർത്തയും ഞാൻ സ്റ്റിച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി റിവ്യൂ ഉണ്ടായിരുന്നു, എൻക്വയറി ഉണ്ടായിരുന്നു. ഇതാണ് 44 ഇഞ്ച് വീതിയിലേക്ക് ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽ വരുന്നു. ഇതും നമുക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. സാരി ആയിട്ടായാലും നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. സാരിയൊക്കെ ആയാലും നല്ല ഭംഗിയാണ്. കാരണം ആ ഒരു എന്താ പറയുക, ഒരു ബോഹോ പ്രിൻറ്റിൻ്റെയൊക്കെ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ നല്ല ബിഗ് പ്രിൻ്റുകളാണ്. നെക്സ്റ്റ് ഇത് വരുമ്പോഴേക്കും ഫ്ലോറൽ ഡിസൈൻസ് തന്നെ നല്ല ഒരു മഞ്ഞ വസന്തം. എല്ലാം ഇങ്ങനെ സൺഫ്ലവറിൻ്റെയൊക്കെ ഒരു ഡിസൈൻസിൽ വന്നിട്ട് മൾട്ടി കളറായിട്ട് സിനൻ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. 360 പെർ മീറ്റർ. വീണ്ടും അതിൻ്റെ തന്നെ ഒരു ജോർജറ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ. 44 ഇഞ്ച് വീതി, ഡിജിറ്റൽ പ്രിൻ്റ്. ഇതെല്ലാം നമുക്ക് നമ്മളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കംഫർട്ടായിട്ടുള്ള 345 ആണ് ഇതിന് പെർ മീറ്റർ വരുന്നത്. നല്ല ഫോക്സ് ജോർജറ്റിലോട്ട്, പ്യുവർ ജോർജറ്റാണിത്. അതിലോട്ട് ഡിജിറ്റൽ പ്രിൻ്റ്, മൾട്ടി കളറാണ്. ഇത് വീണ്ടും സിനൻ തന്നെ 44 ഇഞ്ച് വീതിയിലേക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ നല്ല പ്രിൻറ്റിൻ്റെ വശം ഇതാണ്. ഈ ഒരു രീതിയിൽ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളർ കോംബോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഗ്രീൻ മസ്റ്റേർഡ് ഒരു കളർ കോംബോ. നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്കൊരു പ്രിൻ്റൊക്കെ ഇങ്ങനെ ഡിജിറ്റൽ പ്രിൻ്റിലായതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലോയിനെസ്സിൽ കിട്ടും. അതിൽ തന്നെ വൈൻ റെഡ് കളറിലേക്ക് സിനൻ. ഇതും നല്ല ഫ്ലോയി ആണ്. ഈ ഒരു മെറ്റീരിയൽ വരുമ്പോഴേക്കും ഇങ്ങനെ ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിട്ട് പല കളറിലേക്ക് നമുക്കിതിങ്ങനെ ഒരു ചെറിയ ഗൗണായിട്ട് സെറ്റ് ചെയ്യാം. ഒരു ആങ്കിൾ ലെങ്ത്തിലുള്ള ട്യൂണിക് പോലെ, ഫ്രോക്ക് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. നെക്സ്റ്റ് വീണ്ടും നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി കളറാണ്. ഇതൊക്കെ ഇങ്ങനെ ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നതുകൊണ്ടാണ് ഇത്ര ഭംഗി വരണേ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴാണ് അതിൻ്റെ എപ്പോഴും കോമൺ നമുക്ക് കാണുന്ന ജോർജറ്റ് പ്രിൻറ്റുകളെക്കാളും കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയിൽ നല്ല ഡിജിറ്റൽ പ്രിൻറ്റിൽ ആ ഒരു സിനൻ മെറ്റീരിയലിൽ വന്നപ്പോഴേക്കും നല്ല ഗ്ലേസിങ്ങും കണ്ട. സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലീറ്റ്സ് ഇങ്ങനെ അലകലകായിട്ട് കിടക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ആലിയക്കട്ടാണെങ്കിൽ ഫ്രണ്ട് പോർഷനിലേക്ക് ഇങ്ങനെ ഫുൾ പ്ലീറ്റഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ആ ഒരു സ്റ്റീം അയണിലേക്ക് ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ ഒരേപോലെ ഇങ്ങനെയൊക്കെ എടുക്കാൻ പാകത്തിനുള്ള യൂസ്ഫുള്ളാണ് ഈ മെറ്റീരിയൽ. ഒരു നല്ല പ്രീമിയം കളക്ഷനാണ്. നെക്സ്റ്റ് അടിപൊളി വീണ്ടും മൾട്ടി കളർ ഫ്ലോറൽ ഡിസൈൻസ്. ചെറിയ ചെറിയ സൺഫ്ലവറിൻ്റെ പീച്ച്, പിങ്ക്, വൈറ്റ്, ബ്ലൂ അങ്ങനെയൊക്കെ വന്നിട്ട് ഇതും വളരെ ഭംഗിയായിട്ട് നമുക്ക് കണ്ടോ. ഇതിൻ്റെയൊക്കെ പ്ലീറ്റ് വരുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ ആ എന്തിലാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് നന്നായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ലോങ് വ്യൂ ആണ്. ഇതിനൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷനാണ്. ഇതൊരു സാരി ആയിട്ട് കൊടുത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറിയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട്
ബ്ലാക്ക് മെറ്റൽ, ടെറാക്കോട്ട അങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറീസും കൂടെ പോയി കഴിഞ്ഞിട്ട് ഒരു വലിയ കമ്മലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല ഭംഗിയില്ലേ? അടിപൊളിയാണ്. ഇതിങ്ങനെ സാരിക്ക് പോയാലും ഡ്രസ്സായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും ട്യൂണിക് അല്ലെങ്കിൽ ഒരു ഫുൾ ഗൗൺ വളരെ ഭംഗിയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കളക്ഷനാണ്. നെക്സ്റ്റ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു കളറിൻ്റെ തന്നെ കുറച്ചൊരു ബ്ലൂ ഷെയ്ഡും കൂടെ ഇങ്ങനെ ഒരു ബ്ലാക്ക്, ബ്ലൂ, പീച്ച്, പിങ്ക് മൾട്ടി കളർ ഡിജിറ്റൽ പ്രിൻറ്റ്സ്. അതുപോലെ തന്നെയാണ് ഇതും ഭംഗിയിൽ നമുക്ക് യൂസ്ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാം. ചെറിയ കുട്ടികളുടെ ഒരു ഫ്രോക്കായിട്ട് സെറ്റ് ചെയ്താലും ചെറിയ നൂഡിൽ സ്ട്രിപ്പിലൊക്കെ ഇങ്ങനെ ബേബി ഫ്രോക്ക് പോലെ ലൈറ്റ് വെയ്റ്റ് ആണ്. മെറ്റീരിയൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഒരു ചെറിയ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് നമുക്ക് എന്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിനൻ മെറ്റീരിയലാണ്, ക്രഷ്ഡ് പോലെ ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ്. അപ്പം നമുക്ക് ഇങ്ങനെ നമ്മളുടെ ഒരു ക്രിയേറ്റീവ് ഒരു സിഗ്നേച്ചർ കളക്ഷൻസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു ഡിജിറ്റൽ പ്രിൻ്റുകളിൽ നമ്മളിങ്ങനെ ഒരു തീം ബേസ്ഡ് ഒരു കൊടുത്ത് നൈറ്റിൻ്റെ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഒരു ഡസ്റ്റി കളർ ടോൺ ഇങ്ങനെ കൊടുത്ത് പ്രിൻ്റ് ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഇത് പെർ മീറ്റർ വരണ 360. നെക്സ്റ്റ് നമുക്ക് ടാബി സിൽക്കിൽ വന്നിട്ടുള്ള ഓർഗൻസ ഡിജിറ്റൽ പ്രിൻ്റ് ആണ്. ഇതെങ്ങനെ വരുന്നു, ചെറിയ ത്രെഡ് വർക്കും സീക്വൻസും നല്ല ഫ്ലോയി ആണ്. ഇതുപോലെ തന്നെ നമുക്കൊരു ഇതിങ്ങനെ ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സിലോട്ടാണ് പോകുന്നത്. ഇത്രയും നേരം നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ്സ് ആയിരുന്നു കാണിച്ചത്. ഇത് ടാബി സിൽക്കാണ്. ഇത് വീണ്ടും ഒരു ലാവൻഡറിലേക്ക് പിങ്ക് ഷെയ്ഡ്. പെർ മീറ്റർ 360. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ വരുന്നു, ഒരു ടാൻ ബ്രൗൺ കളറിലേക്ക് ചെറിയ ഡിജിറ്റൽ പ്രിൻ്റ്, ഫ്ലോറൽ ഡിസൈൻസ് തന്നെ. നല്ല സോഫ്റ്റാണ്. ഇതും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഓർഗൻസ കണ്ടോ, ചെറിയൊരു വർക്കും ഉണ്ട്. സാരി ആയിട്ട് പോയാലും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ചുമ്മാ 5.5 മീറ്റർ എടുത്തിട്ട് അങ്ങ് ഒരു ടാസലൊക്കെ പിടിപ്പിച്ചിട്ട് യൂണിഫോം പോലെ, അതുപോലെ ഇങ്ങനെ ഒരു ലീഫ് ഡിസൈൻ, മേപ്പിൾ ലീഫിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരുമ്പോഴേക്കും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ലീഫ് ഡിസൈൻ തന്നെ ഗ്രീൻ കളറിലേക്ക്. ഒരേ പ്രൈസാണ്, ഒരേ മെറ്റീരിയൽ ടാബി. ഇതും വീണ്ടും ഒരു പേസ്റ്റൽ ഷെയ്ഡ്. ഇത് വരുമ്പോഴേക്കും പെർ മീറ്റർ 360 തന്നെ. നല്ല കളേഴ്സുകളാണ്. ഇതൊരു ലൈറ്റ് ലാവൻഡർ ടു പീച്ച്, ഒരു ഇങ്ങനെ മെഴുക് പോലെയാണ്. അതിൻ്റെ സോഫ്റ്റ്നെസ് ആണ് ഈ മെറ്റീരിയലിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഒത്തിരി ഒട്ടിയും കിടക്കില്ല, ഒത്തിരി എഴുന്നതും കിടക്കില്ല. നല്ല മെഴുക് പോലെയുള്ള ആ ഒരു ഫീലാണ് ഇതിന്. വീണ്ടും 360. ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഗ്രേ ഷെയ്ഡ്. അപ്പോൾ ഇന്ന് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. വളരെ ഭംഗിയുള്ള നല്ല ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻസ്. ഇത് നമുക്ക് നല്ലൊരു ഐക്കണിക്കൽ കളക്ഷനാണ് കേട്ടോ. ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെയല്ല, ഇത് ആ റണ്ണിങ് മെറ്റീരിയൽസിലേക്ക് പെർ മീറ്റർ 360 ആ ഒരു റേഞ്ചാണ് വരണേ. അതോടൊപ്പം തന്നെ ടാബി സിൽക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊരു 2.5 മീറ്ററെങ്കിലും എടുത്തിട്ട് ഒരു കുർത്ത എടുത്ത് സെറ്റ് ചെയ്യണം. ഞാനിത് 5 മീറ്ററാണ് എടുത്തത്, കാരണം 3 മീറ്ററിലേക്ക് ടോപ്പ് ചെയ്തു, ബോട്ടം 2 മീറ്റർ സ്ട്രൈറ്റ് പാൻ്റായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു കളറിൽ ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ ഒരു ബോട്ടം ഉണ്ടെങ്കിൽ പിന്നെ പക്ക നല്ല കംഫർട്ടായി. അതോടൊപ്പം തന്നെ സാരിയുടെ ബ്ലൗസും അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെബ് ത്രൂ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.